Assalamualaikum guys, technics YouTube ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് i7 Pro Max എന്നൊരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ ബോക്സിങ് കാണാൻ പറ്റും. അപ്പം ഫുൾ അൺബോക്സിങ് അഥവാ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് അടിച്ച് കണ്ടോളൂ. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വീഡിയോ കാണാം. then നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബൈ ലിങ്ക് ഉണ്ട്. ആ ഒരു ബൈ ലിങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാച്ച് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന മോഡലാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ ബോക്സ്. കാണാൻ പറ്റും ഒരു ബ്ലാക്ക് കളർ വരുന്ന ഒരു ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീരീസ് 7 മോഡൽ വരുന്ന ഒരു മോഡലും കൂടിയാണ് i7 Pro Max എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. കാണാൻ പറ്റും ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോക്സാണ്, ഡിഫറെൻറ്റ് മോഡൽ വരുന്ന ഒരു ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും i7 Pro Max എന്ന് അവർ എഴുതിയിട്ട് കാണാൻ പറ്റും. തൊട്ടടുത്ത് നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന iWatch Pro എന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കണും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനെ കാണാൻ പറ്റും 2 വാച്ച് ഫേസും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനടിയിൽ സ്മാർട്ട് വാച്ച് എന്നുണ്ട്. സൈഡ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും വാച്ച് 7 അഥവാ സീരീസ് 7 മോഡലാണ് വന്നിരിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ വരുന്നത്. ദെൻ ബാക്കിൽ കാണാൻ പറ്റും കുറച്ച് ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഒന്ന് 1.80 ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 സ്റ്റൈൽ മെനു സ്റ്റൈലാണ്. 3 മോഡൽ മെനു സ്റ്റൈൽ ഉണ്ട്. സ്റ്റെപ്പ് കൗണ്ടിങ്, പിന്നെ ബ്ലൂടൂത്ത് കാൾ നമുക്ക് പെയർ കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് കാൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മ്യൂസിക്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്കിങ്, അങ്ങനെ ലോങ് ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ദെൻ തൊട്ടടിയിൽ മറ്റുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാണാൻ പറ്റും ഒരു സെപ്പറേറ്റ് ഡിവൈസ്, അതുപോലെ തന്നെ ചാർജർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാപ്പ്, അത് 3 സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രയലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിവൈസ് ഒന്ന് എടുക്കാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് സേഫ്റ്റിക്ക് ഒട്ടിക്കണം, നമുക്ക് റിമൂവ് ചെയ്യാം. സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ് വന്നിരിക്കുന്നത്. ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഫിനിഷിൽ വരുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ തന്നെ സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റി വെക്കുന്നത് നമുക്ക് സ്ട്രാപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാം. 44mm വരുന്ന എല്ലാ മോഡൽ സ്ട്രാപ്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് 44mm വരുന്ന ഒരു സ്ട്രാപ്പാണ് ഇതിൻ്റെ വാച്ചിൻ്റെ ബോക്സിൽ വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോഴുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ് വാച്ചിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വയർലെസ് മോഡൽ 2-pin മാഗ്നറ്റിക് ചാർജറാണ്. അപ്പോൾ നല്ല പവറുള്ള മാഗ്നറ്റിക് പവർ വരുന്ന ഒരു ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇതുപോലെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രസ് ആയിക്കുന്നത് നല്ലൊരു മാഗ്നറ്റിക് പവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നല്ലൊരു സിമ്പിൾ അഡാപ്റ്റർ അഥവാ നോർമൽ അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഡിവൈസൊക്കെ ഒന്ന് പരിചയപ്പെടാം. സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 മോഡൽ വരുന്ന ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രോളിംഗ് വർക്കിംഗ് വരുന്ന ഓപ്ഷൻ അവൈലബിൾ ആയ ഒരു പവർ ബട്ടനാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് വാച്ച് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് കാണാൻ പറ്റും ഒരു മൈക്ക് പോയിൻ്റ്, അതാണ് വാച്ചിൻ്റെ മൈക്ക് വരുന്നത്. ദെൻ തൊട്ടടിയിൽ നമുക്ക് എക്സ്ട്രാ ഒരു പവർ ബട്ടനാണ് അഥവാ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സെയിം ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലത്തെ ഒരു പവർ ബട്ടനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 വാച്ചും ഈ 2 ബട്ടൺസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. മോഡൽ വരുന്ന ഒരു സ്ലൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് മറുഭാഗത്ത് കാണാൻ പറ്റും സീരീസ് 7 വരുന്ന പോലത്തെ ഒരു നീളത്തിലുള്ള ഒരു വാച്ചിൻ്റെ ബോക്സ് അഥവാ ഒരു സ്പീക്കറാണ് വന്നിരിക്കുന്നത്. ദെൻ ബാക്ക് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസറും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ECG മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ വരുന്ന ഒരു മോഡലുള്ള സെൻസറും കാര്യങ്ങളൊക്കെയാണ് വാച്ചിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സൈഡിൽ എഴുതി കാണാം സീരീസ് 7 മോഡൽ എന്നൊക്കെ നമുക്ക് എഴുതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ വാച്ചിൻ്റെ ബാക്കിൽ അഥവാ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പം നല്ല അടിപൊളി പക്ക ഫിനിഷിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫുൾ ഫിനിഷിങ്ങും ക്വാളിറ്റിയും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പവർ ഓൺ ആക്കി ഒന്ന് പരിചയപ്പെടാം വാച്ച്.
അതിന് മുന്നേ നമുക്ക് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്യാം. സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അടിപൊളി ഭംഗിയല്ല, നല്ലൊരു ഭംഗി, നല്ല ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ഭംഗി ഉണ്ടാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഒന്ന് പരിചയപ്പെടാം. ഓണാക്കാനായിട്ട് സൈഡത്തെ ആ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് ഓണാവുന്നത് കാണാൻ പറ്റും. ഹൈ വാച്ച് ഒരു ബ്ലൂ കളർ, ഒരു നീല കളറിൽ വരുന്ന ഒരു ഹൈ വാച്ച് എഴുതിയ ഒരു ഇൻ്റർഫേസാണ് ഫസ്റ്റ് ടൈം ഓൺ ആകുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ കാണാൻ പറ്റും വാച്ചിൻ്റെ ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം കാണാൻ പറ്റും. നല്ല അടിപൊളി വരുന്ന ഒരുപാട് വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഒരു മോഡൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാ ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ സീരീസ് 7 വരുന്ന ഫേസും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കസ്റ്റം വാച്ച് ഫേസ് അഥവാ ആപ്ലിക്കേഷനുമായി ഹൈ വാച്ച് പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച ഒരു കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു കസ്റ്റം വാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്, ഈ ഒരു ഫോട്ടോ ആണ് കസ്റ്റം വാച്ച് ഫേസ്. ഇതിലേക്കാണ് നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരികയെന്ന് പറഞ്ഞാൽ പക്ക ഒരു ബഗ് എന്നെങ്കിൽ ലക്കി എന്ന് തന്നെ പറയാൻ പറ്റും. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മോഡലാണ്. then നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിൻ്റെ ചാർജ് കൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, അതുപോലെ കണക്റ്റഡ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. then നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഫോൺ കോൾക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്പർ പേർക്ക് നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ കോൺടാക്റ്റിക്ക് നമുക്ക് പോകാൻ പറ്റും. then നമുക്ക് മ്യൂസിക് കണക്റ്റിക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പെയർ കണക്ട് ചെയ്യണം. then നമുക്ക് മ്യൂസിക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. then സ്റ്റെപ്സാണ്, ടോട്ടൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വാച്ച് ഉപയോഗിച്ച് നമ്മൾ എത്ര നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. then നമുക്ക് ഒരു QR കോഡ് സ്കാനറാണ്. ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്കാനറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. നമുക്ക് മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ലൈഡ് ചെയ്താൽ വരുന്നത്. then നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇതിൻ്റെ സീരീസ് 7 വരുന്ന ഫേസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. then നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. then പവർ ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു മെനു സ്റ്റൈൽ എന്ന് കാണിച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് വരുന്ന ഒരു മെനു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്, കാണാൻ പറ്റും. ഇതൊക്കെ അപൂർവം വാച്ചുകളിൽ വരുന്നതാണെങ്കിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ലൊരു ഭംഗി വരുന്ന ഒരു മെനു സ്റ്റൈലാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. then നമുക്ക് മറ്റുള്ള മെനു സ്റ്റൈലും കൂടെ പറ്റിയാണ്. ടോട്ടൽ നമുക്ക് ഇതിൽ 3 മെനു സ്റ്റൈൽ അവൈലബിൾ ആണ്. അപ്പോൾ 3 ഫസ്റ്റ് സ്റ്റൈൽ 1 ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ലിസ്റ്റ് മോഡലിൽ വരുന്ന ഒരു മെനു സ്റ്റൈലാണ്, കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് വരുന്ന നല്ല ഫിനിഷിങ്ങുള്ള, അപ്പോൾ ഐക്കോണും കാര്യങ്ങളൊന്നും ബോറൊന്നുമില്ല, നല്ലൊരു ഡിസൈനിൽ വരുന്ന ഐക്കോണും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഫേസാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു മെനു സ്റ്റൈലും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു സ്റ്റൈലൊക്കെ നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ വാച്ചിൽ വന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു മെനു സ്റ്റൈലും കൂടെ പരിചയപ്പെടാം. ലാസ്റ്റ് സ്മാർട്ട് സ്റ്റൈലാണ്, കാണാൻ പറ്റും. ഒരു ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ലാഗില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെനു സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫെസിലിറ്റീസും അതുപോലെ നല്ല സ്മൂത്തും അതുപോലെ തന്നെ ടച്ചും കാര്യങ്ങളൊക്കെ നല്ലൊരു ക്ലാരിറ്റിയും കൂടി വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ബഡ്ജറ്റിൽ വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. നമുക്ക് ഈ ഒരു വാച്ച് ഈ ഹൈ വാച്ച് പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയൊന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ ഈ ഒരു വാച്ച് നെയിം ഒന്ന് ജസ്റ്റ് നമുക്ക് വാച്ചിൻ്റെ അബൌട്ടിൽ പോയി കാണാൻ പറ്റും. വാച്ചിൻ്റെ അബൌട്ടിൽ തന്നെ അവൈലബിൾ ആയിരിക്കും വാച്ച് നെയിം അഥവാ i7 പ്രോ നമുക്ക് ഇതിൻ്റെ ഒരു അബൌട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്ര രീതിയിലുള്ള സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് അബൌട്ട് പോയി കാണാൻ പറ്റും. വാച്ചിൻ്റെ നെയിമും കാര്യങ്ങളും അതുപോലെ തന്നെ i7 പ്രോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷന് വാച്ച് പ്രോ എന്നൊരു ആപ്ലിക്കേഷൻ അഥവാ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ആപ്പിളിൻ്റെ ഐഫോണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ള iOS-ൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വാച്ചിൻ്റെ നെയിം തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വരും. അതിനായിട്ട് ബ്ലൂടൂത്ത് ഓപ്പൺ ആക്കണം. i7 പ്രോ എന്നായിരിക്കും നമ്മുടെ വാച്ചിൻ്റെ നെയിം. ആ ഒരു വാച്ചിൻ്റെ നെയിം വന്ന് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ വാച്ചിലുള്ള വാക്കിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, അഥവാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ചെയ്യണമെന്നുള്ളതാണ്. അഥവാ നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് വാച്ചിൽ തന്നെ അറിയാൻ സാധിക്കും. വാച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഫുള്ളായിട്ടല്ല, ജസ്റ്റ് അയച്ച കാര്യങ്ങൾ എന്താണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും. തന്നെ അതിന് ഡയൽ സെറ്റിങ്സ് ഉണ്ട്, അഥവാ നമുക്ക് വാച്ച് ഫേസ് ആണ്. അപ്പോൾ ഒരുപാട് വാച്ച് ഫേസ് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ വാച്ച് ഫേസ് തന്നെ ആപ്ലിക്കേഷൻ തന്നെ തരുന്നുണ്ട്, കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, ഇത്രയും വാച്ച് ഫേസ്. ദെൻ നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് ഇതിലേക്ക് ഫേസ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫേസ് ഒന്ന് വെച്ച് ഫസ്റ്റ് ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫേസ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഫേസ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അതിൽ ചേഞ്ച് പിക്ചർ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് നമ്മുടെ ഫോട്ടോ ഡയറക്റ്റ് ഗാലറി പോയി നമുക്ക് ഫേസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ അപ്ലോഡ് ആവുന്ന സമയത്ത് ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണാൻ പറ്റും വാച്ചിൽ. നമുക്ക് ജസ്റ്റ് വീഡിയോ ഷോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ വാച്ചിലേക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് വാച്ച്. ഹൈ വാച്ച് കാണിക്കുന്നുണ്ട്. then നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫേസ് വാച്ചിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിലുള്ള വരുന്ന ഇഷ്ടം പോലെ വാച്ച് ഫേസ് വരുന്നുണ്ട്. ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ പ്രൈസിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു മോഡലും കൂടിയാണ് i7 Pro Max എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോക്കടയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് ഉണ്ട്. ആ ബൈ ലിങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന ഒരു മോഡലാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീപെയ്ഡാണ് ചെയ്യുന്നത്, പോസ്റ്റ് പെയ്ഡ് നമ്മൾ ചെയ്യുന്നില്ല. കോഡ് COD നമ്മൾ ചെയ്യാറില്ല. 100% ട്രസ്റ്റാണ്. നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കാറ്റലോഗിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.